ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മൊത്തം 12 ടെൻസുകളാണുള്ളത്. ഓക്കെ. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചറിൽ ഓരോന്നിലും 4 ടെൻസ് വെച്ച് മൊത്തം 12 എണ്ണം ഉണ്ടല്ലേ. ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഇതിൽ എത്ര എണ്ണം ആവശ്യമാണ്? നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് എല്ലാം പഠിക്കണമെന്ന് നിർബന്ധമാണോ? അല്ല. ഇതാണ് ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കാനാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ, അതുപോലെ അത്യാവശ്യം എഴുതാനും. അപ്പോൾ അത്യാവശ്യമായിട്ട് സംസാരിക്കാനും അത്യാവശ്യം എഴുതാനായിട്ട് നമുക്ക് വെറും 5 ടെൻസ്, ഓക്കെ. 5 ടെൻസ് മാത്രം നമ്മൾ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ്. 12 ടെൻസ് വേണ്ട, ജസ്റ്റ് ഒരു 5 ടെൻസ്. അപ്പോൾ അതിൻ്റെ കാരണം ഏതൊക്കെയാണ് ടെൻസുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ എല്ലാ ടെൻസുകളും പഠിക്കാണ്ട് എങ്ങനെ നമുക്ക് സംസാരിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. തികച്ചും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട്. ഓക്കെ, ഇത് നോക്കാം. ഇതിൽ നമുക്ക് കാണാം ഗ്രീൻ കളർ. ഓക്കെ, ഗ്രീൻ കളറിൽ 57.5%. ഓക്കെ, കണ്ടില്ലേ? ഇതെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കില്ലേ, നമ്മൾ ഡെയിലി നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കണേൽ 57.5% നമ്മൾ യൂസ് ചെയ്യണത് ഏത് ടെൻസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഓക്കെ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇത് നമ്മൾ എത്രയാണ് യൂസ് ചെയ്യണേ? 57.5%. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മൊത്തം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ എന്തൊക്കെ പറയും? ഓക്കെ, ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയല്ലേ. ഇപ്പോൾ നമ്മളായാലും ശരി, ഇപ്പോൾ അമേരിക്കയിലോ ബ്രിട്ടനിലോ എവിടെയുള്ളവരാണെങ്കിലും ശരി, 57.5% നമ്മൾ പറയണ കാര്യങ്ങൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറയണത്. ഓക്കെ, ആ ഒരു രീതിയിലാണ് നമ്മൾ പറയുക. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ പറയില്ലേ, ഞാൻ ഇത്ര മണിക്കാണ് എണീക്കുക, ഇന്നൊരു കാര്യം ചെയ്യുന്നു, ഇതാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യം, ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. മറ്റൊരാളെ പറ്റി പറയുമ്പോൾ ആ ഒരാൾ ഇതാണ് ചെയ്യുന്നത്, ആളൊരു ടീച്ചറാണ്. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ ഡെയിലി നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് ഏതാണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന മൊത്തം 100%-ൽ 57.5% നമ്മൾ ഏതാണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുമ്പോൾ എന്താണ്? അടുത്തത് പറയണത് 19.7% ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, 19.7% സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, ഇതൊരു റിസർച്ച് പറയണതാണ്. ഓക്കെ, ഒരു റിസർച്ച് ഞാൻ നോക്കിയപ്പോൾ നമുക്ക് വെബ്സൈറ്റിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് ആ ഒരു പെർസെൻറ്റേജ് വരുന്ന അലോക്കേഷൻ. ഓക്കെ, അപ്പോൾ സിമ്പിൾ പാസ്റ്റ് 19.7%. നമ്മൾ പ്രസൻറ്റ് പറയണ പോലെ തന്നെ എന്താണ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഞാൻ ഇന്നലെ ഈ ഒരു സ്ഥലത്താണ് പോയത്, നീ എവിടെയാണ് പോയത്, മുമ്പ് ചെയ്ത കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ എനിക്ക് എന്താണ് ഒരു വെർബിൻ്റെ സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള ഫോമാണ് ഞാൻ യൂസ് ചെയ്യുക. സോ അപ്പോൾ ഇത് കണ്ടില്ലേ. ഓക്കെ, ഈ ഒരു ഏരിയയിൽ 19.7%, ഓൾമോസ്റ്റ് 20% എന്താണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. സോ ഏറ്റവും കൂടുതൽ ഏതാണ്? നമ്മുടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് 57.5%. പിന്നെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ, 19.7%. അറൗണ്ട് ഒരു 20% നമ്മൾ എന്താണ് സിമ്പിൾ പാസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി അടുത്തതെന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചർ അതെന്ന് പറയുമ്പോൾ ഇത് കണ്ടില്ലേ, ലൈറ്റ് ഗ്രീൻ ആയിട്ട് വന്നത് കണ്ടില്ലേ, 8.5% വരുന്നത് എന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഓക്കെ, 8.5%. ഓക്കെ, 8.5% നമ്മൾ ഓക്കെ ഡെയിലി ലൈഫിൽ, ഓക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യണതിൽ 8.5% നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറായിട്ട് നമ്മൾ ഉപയോഗിക്കും. അതായത് ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഞാൻ ഇന്നൊരു കാര്യം ചെയ്യും, ഇന്നൊരു സമയത്ത് ഞാൻ ഒരു കാര്യം ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രോമിസ് ചെയ്യുക. ഓക്കെ, ഞാൻ അവിടെ വരാം, ഞാൻ നിൻ്റെ കൂടെ അവിടേക്ക് വരാം, ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ സഹായിക്കാം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതൊക്കെ വരുന്ന രീതിയിലാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ് അതൊക്കെ വരിക. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് പറയുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റ് ഇതെന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 6%. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 6% നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യും. അതായത് മൊത്തം നമ്മൾ 100%-ൽ 6% എന്താണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യണത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അടുത്തെന്ന് പറയുമ്പോൾ എന്താണ് 5% വരുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, നമ്മൾ പറയില്ല ഇപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്നൊരാൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഇതെല്ലാം കൂടി ആക്ച്വലി വരാം ഓൾമോസ്റ്റ് 95-96 അതൊക്കെയാണ് വരിക. നമുക്കിപ്പോൾ റൗണ്ട് ചെയ്തിട്ട് 95% പറയാം. ഓക്കെ, ഇത് 95% എന്ന് പറയുമ്പോൾ ബാക്കി 5% ഉണ്ടല്ലോ അല്ലേ, 100%-ൽ ബാക്കി 5% ഉണ്ട്. ഈ ബാക്കി 5%-ൽ ബാക്കി എല്ലാ കാര്യങ്ങളും വരും. ഓക്കെ, അതായത് ബാക്കി വരുന്ന ടെൻസുകളൊക്കെ ഉണ്ടല്ലോ, ഏതൊക്കെയാണ്? ഇപ്പോൾ സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലെ പാസ്റ്റ് പെർഫെക്റ്റ്,
പിന്നെ അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ സിമ്പിൾ ഫ്യൂച്ചർ ആയിട്ട് തന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന രീതിയിലൊക്കെ വരുമല്ലോ. അതൊക്കെ വരുന്നത് എന്താണ് ഈ 5% വരുന്നത്. ഓക്കെ. പിന്നെ മോഡൽ വെർബ്സ്, കണ്ടീഷണൽസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ 5% വരുന്നത്. അപ്പോൾ ഈ ഒരു 5% നമ്മൾ യൂസ് ചെയ്യില്ല എന്നല്ല. പക്ഷേ നമ്മൾ വളരെ കുറച്ചാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ബാക്കി ഈ 95% എങ്ങനെയാണ് വരുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ ഇതിലാണ് വരുന്നത്. ഓക്കെ. ഇതിലാണ് ബാക്കി 95% വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 95%ൽ കൂടുതൽ ഫോക്കസ് ചെയ്യണോ? അതോ ഈ 5% നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണോ? എന്തായാലും നമുക്കറിയാല്ലേ ഈ 5%ലാണ് നമ്മൾ സോറി ഈ 95%ലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതല്ലേ. ഈ 95% പറഞ്ഞ ഈ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസും ഇത് തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റും. സംസാരിക്കാമെന്ന് മാത്രമല്ല എഴുതാനും അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ. ലൈക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇത്രയും പെർസെൻറ്റേജ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. എന്നിരുന്നാലും ഇത്രയും കൂടി നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും പ്രസൻറ്റ് പെർഫെക്റ്റും പ്രസൻറ്റ് കണ്ടിന്യൂസും എങ്ങനെ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാം, അതെന്തുകൊണ്ടാണ് ഇത്രയും മെജോറിറ്റി ആയിട്ട് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കും ഒരു ഐഡിയ കിട്ടും എങ്ങനെ ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എങ്ങനെ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാം, എന്തുകൊണ്ടാണ് ഇതൊരു 57.5% വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ആദ്യത്തെ മെയിൻ ഒരു യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് നമ്മൾ ആ ഒരു വെർബിൻ്റെ സിമ്പിൾ പ്രസൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക എന്നൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ സിമ്പിൾ പ്രസൻ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് നമുക്ക് നോക്കാം. ആദ്യത്തെ യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി റുട്ടീൻ പറയണം. ഓക്കെ. നമ്മുടെ ദിനചര്യകൾ. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ 7 മണിക്കാണ് എനിക്കറിയില്ല ഇങ്ങനെ പറയാൻ പറ്റും. ഐ വേക്ക് അപ്പ് അറ്റ് 7 o'clock in the morning. ഐ വേക്ക് അപ്പ് അറ്റ് 7 o'clock in the morning. സോ വേക്കപ്പ് എന്നത് ഞാൻ ആ ഒരു വെർബിൻ്റെ ബേസ് ഫോമിനെടുത്ത് ഞാൻ യൂസ് ചെയ്തു അല്ലേ, വേക്കപ്പ്. അതുപോലെ തന്നെ അവൾ എണീക്കാറുള്ളത് എപ്പോഴാണ്, ഒരു 7 മണിക്കാണെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ പറയാം ഷീ വേക്സ് അപ്പ് അറ്റ് 7 o'clock in the morning. ഷീ ആയതുകൊണ്ട് ഞാൻ വേക്ക് ആ ഒരു വെർബിൻ്റെ ഒപ്പം ഒരു എസ്സും കൂടി ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ സിംഗുലാർ വെർബ്സ് ആണെന്ന് നോക്കിയാൽ ഷീ, ഹി, ഇറ്റ് അതൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു വെർബിൻ്റെ ഒപ്പം എസ്സും കൂടിയും യൂസ് ചെയ്യും. അല്ലെങ്കിൽ ചില സമയത്ത് ഈ എസ്സും കൂടിയും യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഷീ വേക്സ് അപ്പ് അറ്റ് 7 o'clock in the morning. അതുപോലെ തന്നെ എന്താണ്, ഇപ്പം ഞാൻ പറയാണ് അവൾ രാവിലെ കോഫിയാണ് കുടിക്കാറ്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഷീ ഡ്രിങ്ക്സ് കോഫി ഇൻ ദ മോർണിംഗ്. അവിടെ ഷീ ആയതുകൊണ്ട് ഞാൻ ഡ്രിങ്ക് എന്നല്ല ഡ്രിങ്ക്സ് എന്നാണ് പറഞ്ഞത്. ഡ്രിങ്ക് എന്ന വെർബിൻ്റെ ഒപ്പം ഞാൻ എസ്സും കൂടി ആഡ് ചെയ്തു അല്ലേ. ഷീ ഡ്രിങ്ക്സ് കോഫി ഇൻ ദ മോർണിംഗ്. ഞാനാണെങ്കിൽ പറയാം ഐ ഡ്രിങ്ക് കോഫി ഇൻ ദ മോർണിംഗ്. സോ ഐ ഡ്രിങ്ക് എന്നാണ് ഞാൻ പറയുക. ആ വെർബിൻ്റെ ഒപ്പം ഞാൻ എസ്സോ ഇഎസോ ഒന്നും ആഡ് ചെയ്യില്ല. ഐ ഡ്രിങ്ക് കോഫി ഇൻ ദ മോർണിംഗ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഡെയിലി റുട്ടീൻ പറയാനായിട്ട് നമ്മളിത് ഉപയോഗിക്കും. ഓക്കെ. സിമ്പിൾ പ്രസൻറ്റ് ഫോമിലാണ് നമ്മൾ ഡെയിലി റുട്ടീൻ പറയുക. അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഫാക്ട്സ്. ഓക്കെ. നമ്മുടെ ലോകത്തിലെ ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്. ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. ഓക്കെ. ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് ഒക്കെ ഒരു ഫാക്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് ആണല്ലേ. മോസ്റ്റ് പീപ്പിൾ പ്രിഫർ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയാൻ പറ്റും. ഇനിയിപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പറയാൻ പറ്റും ഇപ്പോഴത്തെ സത്യമായിട്ടുള്ള കാര്യം, ദ ട്രൂത്ത് ഇൻ ദ പ്രസൻറ്റ്. ഓക്കെ. ഇപ്പോഴത്തെ സത്യമായിട്ടുള്ള കാര്യം, അതായത് ഇപ്പോൾ ഒരാൾ പൊതുവേ ചെയ്തു വരുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പറയാണ് അവളൊരു ടീച്ചറാണല്ലേ, ഷീ ഈസ് എ ടീച്ചർ. അത് അവളുടെ ലൈഫിൽ ഇപ്പോഴത്തെ ഒരു സത്യമായിട്ടുള്ള കാര്യമാണല്ലേ, ഇപ്പോൾ കറൻറ്റ് ട്രൂത്ത് ആണ്. അപ്പോൾ ഞാൻ പറയാം ഷീ ഈസ് എ ടീച്ചർ, അവളൊരു ടീച്ചറാണ്. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഇനി അടുത്തെന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസൻറ്റിൽ അടുത്തൊരു യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു എക്സാമ്പിളൊക്കെ അവൾക്ക് അവളുടെ അമ്മേനെ ഇഷ്ടമാണ്. ഷീ ലവ്സ് ഹെർ മോം എന്ന് പറയാം. ഷീ ലവ്സ് ഹെർ മദർ എന്ന് പറയാൻ പറ്റും. ഇനിയിപ്പോൾ അതുപോലെ തന്നെ എനിക്ക് അമ്മേനെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഐ ലവ് മൈ മോം എന്നാണ് പറയുക. അതുപോലെ തന്നെ ഒരു പൂവിന് നല്ല സ്മെല്ലുണ്ടെങ്കിൽ ഞാൻ പറയും ഇറ്റ് സ്മെൽസ് ഗുഡ്. ഓക്കെ. ഇറ്റ് സ്മെൽസ് ഗുഡ് എന്ന് പറയാൻ പറ്റും. സോ നമ്മുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ അതുപോലെ തന്നെ സിമ്പിൾ പ്രസൻറ്റ് അടുത്തൊരു യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ലൈക്സും ഡിസ്ലൈക്സും പറയാനായിട്ട്. അതെന്ന് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ പറയാം ഐ ലൈക്ക് ചോക്ലേറ്റ്. എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് ലൈക്ക് ചോക്ലേറ്റ്. അവൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമെന്ന് പറയുമ്പോൾ ഷീ ലൈക്സ് ചോക്ലേറ്റ്. അവൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഷീ ഡസൻ ലൈക്ക് ചോക്ലേറ്റ് എന്നാണ് പറയുക. അടുത്തൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ യൂസ് എന്ന് പറയുമ്പോൾ ഡയറക്ഷൻസ് കൊടുക്കാനാണ്. ഓക്കെ. ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഗൈഡൻസും എല്ലാം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പറയാണ് ഒരു കുക്കിങ്ങിൻ്റെ ഒരു പാചകമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ അടുത്ത് ഡൗട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയാണ് ഒരു ബോൾ എടുക്കുക. ഓക്കെ. അതിലേക്ക് എന്താണ് കുറച്ച് അരിപ്പൊടി ഇടുക. ഓക്കെ. എനിക്കെങ്ങനെ പറയാൻ പറ്റും ടേക്ക് എ ബോൾ ആൻഡ് ആഡ് സം റൈസ് ഫ്ലേവർ. ഓക്കെ. ടേക്ക് എ ബോൾ ആൻഡ് ആഡ് സം
റൈസ് ഫ്ലവർ. ശ്രദ്ധിക്കുക, നമ്മൾ ബൗൾ എന്ന് പറയില്ല, ബോൾ എന്നാണ് പറയുക ആ പാത്രത്തിന്. ഓക്കെ. ഇനി ഇതുപോലെ വഴി പറയുകയാണെങ്കിലും ഡയറക്ഷൻ പറയാനും ഓക്കെ ലൈക്ക് അത് പറയാനാണെങ്കിലും എനിക്ക് ഇതേപോലെ തന്നെ സിമ്പിൾ പ്രസൻറ്റ് ഒരു ഫോമിലാണ് ഞാൻ പറയല്ലേ. ഇപ്പോൾ ഞാൻ പറയാണ് ഈ റൂട്ടിലൂടെ തന്നെ നേരെ പോയിട്ട് അടുത്ത് കാണുന്ന ലെഫ്റ്റിൽ അടുത്ത ഫസ്റ്റ് ലെഫ്റ്റ് എടുക്കുക എന്ന രീതിയിൽ പറയുമ്പോൾ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഗോ സ്ട്രെയിറ്റ് ഓൺ ദിസ് റോഡ്, അല്ലെങ്കിൽ ഗോ അലോങ് ദിസ് റോഡ് ആൻഡ് ടേക്ക് ദ ഫസ്റ്റ് ലെഫ്റ്റ്. ഓക്കെ, ഗോ അലോങ് ദിസ് റോഡ് ആൻഡ് ടേക്ക് ദ ഫസ്റ്റ് ലെഫ്റ്റ്, ആദ്യത്തെ ലെഫ്റ്റ് എടുക്കുക എന്ന രീതിയിൽ പറയാനായിട്ട്. സോ ഇപ്പോൾ കണ്ടില്ലേ, ലൈക്ക് സിമ്പിൾ പ്രസൻറ്റ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇത് കുറച്ച് എക്സാമ്പിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കാരണം കൊണ്ടാണ് ഇത് 57.5% വന്നത്. ഞാനാണെങ്കിലും ശരി, ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യണത്, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് ഇത് തന്നെയാണ്. ഓക്കെ, ഞാൻ ആരോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ആൾക്ക് സുഖമാണോ, ആൾക്ക് സുഖമാണെന്ന് പറയുക, ലൈക്ക് എന്താ ആ കുറേ കാര്യങ്ങളൊക്കെ വരുന്നത് എന്താണ്, ഈ ഒരു സിമ്പിൾ പ്രസൻറ്റിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സിമ്പിൾ പ്രസൻറ്റ്. ഇനി നമുക്ക് എന്താണ് അടുത്തതെന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഏതായിരുന്നു? സിമ്പിൾ പാസ്റ്റ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് സിമ്പിൾ പാസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നടന്നു കഴിഞ്ഞ കാര്യമല്ലേ. നടന്ന് കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ ആ ഒരു വെർബിൻ്റെ എന്താണ്, ആ ഒരു വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുക. ശ്രദ്ധിക്കുക, പാസ്റ്റ് ഫോം. അതായത് ഞാൻ പറയാണ്, ഇപ്പോൾ ഒരു പ്രസൻറ്റ് ഫോം എന്താണ് ഒരു വെർബിൻ്റെ? വോക്ക് എന്ന് പറയുന്നത് പ്രസൻ്റ് ആണ്. പാസ്റ്റ് എന്താണ്? വോക്ക്ഡ് അല്ലേ, വോക്ക്ഡ്. കുക്കിൻ്റെ പാസ്റ്റ് എന്താണ്? കുക്ക്ഡ്. പക്ഷേ ചില ഇറഗുലർ വെർബാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അതിൻ്റെ ഫോമിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും. പാസ്റ്റ് ആക്കുമ്പോൾ റണ്ണിനെ റാൻ എന്നും, ഈറ്റിനെ എയ്റ്റ് എന്നും, പിന്നെ ഹൈഡിനെ ഹിഡ്, അങ്ങനെ ഒരുപാട് അല്ലേ, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഇറഗുലർ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ബട്ട് പൊതുവേ നമ്മളെന്താണ്, പാസ്റ്റ് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറയാണ് മുമ്പ് ഓക്കെ ഒരു നടന്നു കഴിഞ്ഞൊരു കാര്യം, സിമ്പിളായിട്ട് നടന്നൊരു കഴിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറയാണ് ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചു. വി പ്ലേഡ് ക്രിക്കറ്റ് അല്ലേ, വി പ്ലേഡ് ക്രിക്കറ്റ്, ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചു, സിമ്പിളായിട്ട് ഞാൻ പറയാണ്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഞാൻ പറയാണ് ഞങ്ങൾ ടി വി കണ്ടു, അല്ലെങ്കിൽ ഞങ്ങൾ ആ മൂവി കണ്ടു. വി വാച്ച്ഡ് ദ മൂവി അല്ലേ, വി വാച്ച്ഡ് ദ മൂവി എന്നും പറയാം. അതുപോലെ തന്നെ വി സോ ദ മൂവി എന്നും എനിക്ക് പറയാൻ പറ്റും. ഇനിയിപ്പോൾ അതുപോലെ തന്നെ എനിക്ക് മുമ്പത്തെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയാണ് ലാസ്റ്റ് ഇയർ ഞാൻ പാരീസിൽ പോയിരുന്നു. ഓക്കെ, ഇങ്ങനെ പറയാൻ പറ്റും. അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ ഞാൻ പാരീസ് വിസിറ്റ് ചെയ്തിരുന്നു, എങ്ങനെ പറയാം? ഐ വിസിറ്റഡ് പാരീസ് ലാസ്റ്റ് ഇയർ. ഓക്കെ, ഐ വിസിറ്റഡ് പാരീസ് ലാസ്റ്റ് ഇയർ. ഓക്കെ, അതൊരു എക്സ്പീരിയൻസ് പറയാണ്, പാസ്റ്റ് എക്സ്പീരിയൻസ് പറയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 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 സീരീസ് ഓഫ് ഇവൻറ്റ്സ്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ നടന്നു എന്ന് പറയാനായിട്ട്. ഇപ്പോൾ ഞാൻ ഇന്ന് രാത്രിയായിട്ട് ഞാൻ പറയാണ്, വൈകിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയാണ് ഞാൻ എണീറ്റപ്പോഴാണ് ഇത്ര മണിക്കാണ്, ഞാൻ ഓഫീസിൽ പോയി ഇത്ര മണിക്കാണ്. അപ്പോൾ എനിക്കിങ്ങനെ പറയാൻ പറ്റും, ഐ വോക്ക് അപ്പ് അറ്റ് 7 o'clock ആൻഡ് ഐ ബ്രഷ്ഡ് മൈ ടീത്ത് ദെൻ ഐ വെൻറ്റ് ടു വർക്ക്. അപ്പോൾ സീരീസ് ഓഫ് ആക്ഷൻസ് അല്ലേ, ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്തു, അതിനുശേഷം ഇന്നൊരു കാര്യം ചെയ്തു, അതിനുശേഷം വേറെ കാര്യം ചെയ്തു. ഐ വോക്ക് അപ്പ് അറ്റ് 7 o'clock ദെൻ ഐ ബ്രഷ്ഡ് മൈ ടീത്ത് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ വെൻറ്റ് ടു വർക്ക് അല്ലേ, ഞാൻ ഓഫീസിൽ പോയി. സോ ആ ഒരു സീരീസ് ഓഫ് ആക്ഷൻസ് പറയാനും നമ്മൾ എന്താണ്, സിമ്പിൾ പാസ്റ്റ് നമ്മൾ യൂസ് ചെയ്യും. സിമ്പിൾ പാസ്റ്റിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമുക്ക്, അതായത് ഒരാളുടെ പണ്ടത്തെ ഒരു സ്റ്റേറ്റ്, ഓക്കെ, പാസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ എനിക്കിങ്ങനെ പറയാൻ പറ്റും, അതായത് ഇപ്പോൾ അവളൊരു ടീച്ചറായിരുന്നു, എനിക്കിങ്ങനെ പറയാം ഷി വാസ് എ ടീച്ചർ. ഞാൻ ക്ഷീണിതനായിരുന്നു. എൻ്റെ ഒരു കണ്ടീഷൻ, പാസ്റ്റ് ഒരു കണ്ടീഷൻ പറയാണ്, ഇന്നൊരു ദിവസത്തെ കണ്ടീഷൻ പറയല്ലേ, സ്റ്റേറ്റ് പറയാണ് ഐ വാസ് ടയേർഡ്, ഞാൻ ക്ഷീണിതനായിരുന്നു. ഞങ്ങൾ ക്ഷീണിതരായിരുന്നു എന്ന് പറയുമ്പോൾ വി വേർ ടയേർഡ് എന്ന് പറയാൻ പറ്റും. സോ ഇതൊക്കെയാണ് മേജറായിട്ട് അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ വരുന്നത്. ഇനി അടുത്ത വരുന്നത് പറയുമ്പോൾ എന്താണ് വരാം? സിമ്പിൾ ഫ്യൂച്ചർ അല്ലേ, സിമ്പിൾ ഫ്യൂച്ചർ. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ എന്തൊക്കെ വരും നമുക്ക് നോക്കാം. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചറിൽ ആദ്യത്തെ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പ്രോമിസ് ചെയ്യുക. ഓക്കെ, ഇന്നൊരു കാര്യം ഞാൻ ചെയ്തു തരാമെന്ന് പറയും. ഓക്കെ, ഐ വിൽ ഡു. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയാണ് ഞാൻ നിന്നെ സഹായിക്കാം, ഐ വിൽ ഹെൽപ്പ് യു എന്ന് പറയും. ഓക്കെ, ഞാൻ നിന്നെ സഹായിക്കാമെന്നൊരു പ്രോമിസ് ഞാൻ കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ പറയാണ് ഞാൻ നിൻ്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്യാൻ സഹായിക്കാം, അങ്ങനെ പറയാൻ പറ്റും ഐ വിൽ ഹെൽപ്പ് യു ടു ഫിനിഷ് യുവർ ഹോംവർക്ക് അല്ലേ, ഐ വിൽ ഹെൽപ്പ് യു ടു ഫിനിഷ് യുവർ ഹോംവർക്ക് എന്ന് പറയാൻ പറ്റും. ഇനി അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയാണ്. ഓക്കെ, സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ ഡിസിഷൻ എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിശക്കാണ് എനിക്ക്. ഓക്കെ, ഭയങ്കരമായിട്ട് വിശക്കാണ്, ഞാൻ ഓർഡർ ചെയ്യാൻ പോകുമെന്ന് പറയാം ഫുഡ്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഐ എം സോ ഹംഗ്രി, ഐ വിൽ ഓർഡർ ഫുഡ്. ഇങ്ങനെ പറയാം, ഐ എം സോ ഹംഗ്രി അല്ലെങ്കിൽ ഐ എം സ്റ്റാർവിങ്, ഐ വിൽ ഓർഡർ ഫുഡ് എന്ന രീതിയിലായിരിക്കും പറയുക. ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ പ്രെഡിക്ഷൻ ആയിരിക്കും. പ്രെഡിക്റ്റ് ചെയ്യുക അല്ലേ. ഓക്കെ, നമ്മൾ പറയില്ലേ ഭാവി പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് പറയുമല്ലോ. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ നോക്കുക. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇന്ന് മഴ പെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇന്ന് മഴ പെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്, അതൊരു പ്രഡിക്ഷനാണ്. എന്നാൽ ഞാൻ എൻ്റെ പ്രഡിക്ഷനിൽ സ്ട്രോങ് ആണ്, എൻ്റെ ഒരു പോയിന്റിൽ ഞാൻ സ്ട്രോങ് ആണ്. അപ്പോൾ എനിക്ക് അവിടെ വില്ല് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ റെയിൻ ടുഡേ, എനിക്ക് തോന്നുന്നത് അല്ലേ, ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഇന്ന് മഴ പെയ്യുന്നതാണ്.
ഐ തിങ്ക് ഇറ്റ് വിൽ റെയിൻ ടുഡേ. അതുപോലെ തന്നെ ഇപ്പോൾ IPL നടന്നുകൊണ്ടിരിക്കുകയാണ് അറിയാം. സോ ഞാൻ പറയുകയാണ് ഓക്കെ ഈ ഒരു ടീം ജയിക്കാൻ ആണ് ഞാൻ വിചാരിക്കുന്നത് അവർ ജയിക്കുന്നതാണ് എന്ന രീതിയിൽ പറയാൻ പറ്റും. ഐ തിങ്ക് ഐ തിങ്ക് ദേ വിൽ വിൻ ദ മാച്ച്. അല്ലെങ്കിൽ പറയാൻ പറ്റും ഐ തിങ്ക് ചെന്നൈ സൂപ്പർ കിങ്സ് വിൽ വിൻ ദ മാച്ച് എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റും അല്ലേ. ഓക്കെ അതാണ് പ്രഡിക്ഷൻസ് വരുന്നത്. ഇനി അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് റിക്വസ്റ്റ് ചെയ്യാം. ഒരു റിക്വസ്റ്റ് ചെയ്യുക. ഓക്കെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തായിരിക്കും നമ്മൾ വില്ല് വെച്ചിട്ട് റിക്വസ്റ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ പറയാണ് എന്നെ സഹായിക്കാവോ, വിൽ യു ഹെൽപ്പ് മീ, വിൽ യു ഹെൽപ്പ് മീ. അതുപോലെ എനിക്ക് ചോദിക്കാൻ പറ്റും ഇതൊന്നും എനിക്ക് വേണ്ടി എടുക്കാവോ, വിൽ യു പ്ലീസ് ക്യാരി ദിസ് ഫോർ മീ, വിൽ യു പ്ലീസ് ക്യാരി ദിസ് ഫോർ മീ. അതുപോലെ തന്നെ എന്നെ എയർപോർട്ടിലൊന്ന് കൊണ്ടുവിടാമോ, വിൽ യു പ്ലീസ് ഡ്രോപ്പ് മീ ടു ദി എയർപോർട്ട്, വിൽ യു പ്ലീസ് ഡ്രോപ്പ് മീ ടു ദി എയർപോർട്ട്. എന്നെ എയർപോർട്ടിൽ നിന്നാണ് കൊണ്ടുവിടാമോ. അപ്പോൾ ഇതൊക്കെയാണ് സിമ്പിൾ ഫ്യൂച്ചറിലും വരാം. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ എന്താണ് ഓൾമോസ്റ്റ് ഒരു 8.5% അറൗണ്ട് 9% ഒക്കെ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താണ് സിമ്പിൾ ഫ്യൂച്ചറും ഈ പറഞ്ഞ 3 നമ്മൾ മനസ്സിലാക്കുക. ഈ 3 തന്നെ പല പല എക്സാമ്പിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഒരുപാട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. കോൺവെർസേഷണൽ ടൈപ്പായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഒക്കെ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ഇത് 3 കൂടി തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഏതാണുള്ളത് ഇതിലെന്ന് പറയുമ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലേ. ഓക്കെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നോക്കിയിട്ട് പിന്നെ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് നോക്കാം. ഓക്കെ ശരിക്കും പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് കൂടുതൽ, അതിനുശേഷമാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് നോക്കാം. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ മെയിനായിട്ട് എന്താണ് വരുന്നത്, ഇപ്പോൾ ഒരു കാര്യം ഒരാളിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പോൾ ഒരാളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു വെർബിൻ്റെ ഒപ്പം എന്താണ്, വെർബിൻ്റെ ഒപ്പം നമ്മൾ ING എപ്പോഴും നമ്മൾ യൂസ് ചെയ്യും അല്ലേ. ING അതായത് വാക്കിങ്, കുക്കിങ്, റണ്ണിൻ്റെ റണ്ണിങ്, സിങ് എന്നതിൻ്റെ സിംഗിങ് അല്ലേ. സോ ING ഫോമായിരിക്കും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ആദ്യത്തെ മെയിൻ യൂസ് എന്ന് പറയുമ്പോൾ എന്താണ് വരിക, നമ്മളിപ്പോൾ ഒരു കാര്യം, ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവളിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഒരു ക്വസ്റ്റ്യൻ വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വാട്ട് ഈസ് ഷീ ഡൂയിങ്, അവൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുക അവൾ ഇന്നൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാനാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യല്ലേ. അപ്പോൾ ഞാൻ പറയാണ് അവളിപ്പോൾ പഠിക്കുകയാണല്ലേ, എനിക്കങ്ങനെ പറയാൻ പറ്റും ഷീ ഈസ് സ്റ്റഡി എന്ന വെർബിൻ്റെ ഒപ്പം ING അല്ലേ. ഷീ ഈസ് സ്റ്റഡിയിങ് അല്ലേ, ഷീ ഈസ് സ്റ്റഡിയിങ് എന്നാണ് പറയുക. ഇപ്പം ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എനിക്ക് പറയാം ഐ ആം റെക്കോർഡിങ് ദി വീഡിയോ. റെക്കോർഡ് എന്നതിൻ്റെ ഒപ്പം ING ആഡ് ചെയ്തു അല്ലേ, ഐ ആം റെക്കോർഡിങ് ദി വീഡിയോ. ഇപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഐ ആം റൈറ്റിംഗ്. റൈറ്റ് എന്നതിൻ്റെ ഒപ്പം ഞാൻ എന്ത് ചെയ്തു, ING ആഡ് ചെയ്തു. ഓക്കെ അല്ലേ, ഐ ആം റൈറ്റിംഗ്. സോ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയാനാണ്. ഓക്കെ അതിപ്പോൾ നമുക്ക് ചോദ്യങ്ങളായിട്ട് ചോദിക്കാനും പറ്റും, അതിന് ഉത്തരമായിട്ട് പറയുമ്പോൾ നമ്മൾ എന്താണ് ഈ ING ഫോമിലായിരിക്കും നമ്മൾ പറയുക. ഇനി പിന്നെ അടുത്തൊരു യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ നിയർ ഫ്യൂച്ചർ, ഓക്കെ തൊട്ടടുത്ത ഫ്യൂച്ചറിനെ പറ്റി പറയാണ്. ഓക്കെ പറയുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമിൽ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. സിമ്പിൾ ഫ്യൂച്ചർ അല്ലാണ്ട് മാത്രമല്ല നമുക്ക് ING ഫോമിലും ഫ്യൂച്ചർ നമുക്ക് പറയാൻ പറ്റും. ഞാനിപ്പോൾ പറയുകയാണ് ഇന്ന് വൈകിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവാണ്, ഐ ആം ഗോയിങ് ടു മീറ്റ് മൈ ഫ്രണ്ട് ടു നൈറ്റ് അല്ലേ. ഇവിടെ എങ്ങനെയാണ് പറയുന്നത്, ഐ ആം ഗോയിങ് ടു അല്ലേ, ഐ ആം ഗോയിങ് ടു മീറ്റ് മൈ ഫ്രണ്ട് അല്ലേ, ഞാൻ കാണാൻ പോവാണെന്ന് പറയാം, നിയർ ഫ്യൂച്ചർ ആണല്ലേ. അതുപോലെ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും ഞങ്ങളിന്ന് വൈകിട്ട് പാർക്കിലേക്ക് പോവാണ്, എങ്ങനെ പറയാം, വി ആർ ഗോയിങ് ടു ദ പാർക്ക് ഇൻ ദി ഈവനിങ് അല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു ദ പാർക്ക് ദിസ് ഈവനിങ് എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നമ്മൾ വരുന്ന പല പല യൂസസ് ആയിട്ട് വരുന്നത്. ആക്ച്വലി വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കട്ടായി, ഓക്കെ സ്റ്റോപ്പായി തന്നെ, ഞാൻ റെക്കോർഡ് ചെയ്തതൊക്കെ പോയി. അതിനുശേഷം ഇപ്പോൾ നമ്മൾ അതാണ് ഈ റീറേറ്റ് ചെയ്യേണ്ടി വന്ന ബോഡി, എന്താ സംഭവം എന്നറിയില്ല. ഒന്നാമത് ഞാൻ പകലാണ് വീഡിയോസ് എടുക്കാറ്, ഉച്ച സമയത്തല്ല. ഇന്നിപ്പോൾ പകൽ നമ്മുടെ വേറൊരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യായിരുന്നു, അപ്പോൾ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഏകദേശം 12 മണി ആവാറായി. അക്രമ ചൂട്, ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടാണ്, ഞാൻ വിശർത്ത് കുളിക്കുകയാണ്. അപ്പോൾ അടുത്തത് യൂസ് നമുക്ക് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് എന്താണ്, പ്രസൻറ്റ് പെർഫെക്റ്റ്. ഓക്കെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമുക്ക് നോക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് എങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ അതിൻ്റെ യൂസ് വരുന്നത് നമുക്ക് നോക്കാൻ പറ്റും. പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രസൻറ്റ് എന്നാണെങ്കിൽ പോലും ഇത് പാസ്റ്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ കൂടുതലും പറയുന്നത്. അപ്പോൾ മെയിനായിട്ടെന്ന് പറയുമ്പോൾ പണ്ട് ചെയ്തൊരു കാര്യം, ചെയ്ത് കഴിഞ്ഞൊരു കാര്യത്തിന് പ്രസൻറ്റിൽ ഒരു എഫക്റ്റ് ഉണ്ട് എന്ന രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ പണ്ട് ചെയ്ത് തുടങ്ങിയൊരു കാര്യം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ. അപ്പോൾ നമുക്കൊരു ഫസ്റ്റത്തെ ഒരു യൂസ് നോക്കാം. ഇപ്പോൾ ഞാൻ പറയാണ് നടന്നു കഴിഞ്ഞൊരു കാര്യം ഞാൻ പറയാണ്, ബട്ട് അൺസ്പെസിഫൈഡ് ടൈമിൽ. ഓക്കെ ഞാൻ ഒരു ടൈം സ്പെസിഫൈ ചെയ്യില്ല. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സബ്ജക്റ്റ് പറയുക അല്ലേ, സബ്ജക്റ്റ് പറയുക, അതിനുശേഷം എന്താണ് ഹാവ് അല്ലെങ്കിൽ ഹാസ്. ഓക്കെ ഹാവ് അല്ലെങ്കിൽ ഹാസ് വരും. പിന്നെ അതിനുശേഷം എന്താണ് ഇപ്പോൾ തന്നെ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ
പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുക. വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും V3 എന്നതല്ലേ. അപ്പോൾ പൊതുവേ വെർബുകളിലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ റെഗുലർ ആയിട്ടൊരു വെർബാണെങ്കിൽ നമുക്ക് സുഖമാണ്. ലൈക്ക് എന്താ പറയുക, ഈ വോക്ക് എന്നതിൻ്റെ പാസ്റ്റ് വോക്ക്ഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും വോക്ക്ഡ് എന്ന് തന്നെയാണ്. കുക്ക് എന്നാണെങ്കിൽ കുക്ക്, കുക്ക്ഡ്, കുക്ക്ഡ് എന്ന് തന്നെയാണ് വരിക. ഇറഗുലർ വേർബ്സ് ഉണ്ട് അല്ലേ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈറ്റ് എന്നതിൻ്റെ പാസ്റ്റ് എന്ന് പറയുമ്പോൾ എയ്റ്റ് ആണ്, ബട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ ഈറ്റൺ എന്നാണ്. കാണുക എന്നതിന് സി എന്നതിൻ്റെ പാസ്റ്റ് സോ എന്നും, ലൈക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 വരെ സീൻ എന്നുമാണ്. അപ്പോൾ റെഗുലർ വെർബാണെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ്, വേറെ ഒന്നും നോക്കാല്ലേ, നമുക്ക് നേരിട്ടത് യൂസ് ചെയ്താൽ മതി. ഇറഗുലർ വെർബാണെങ്കിലാണ് നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് യൂസസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ അൺസ്പെസിഫൈഡ് ടൈമിൽ ഒരു കാര്യം ചെയ്തു എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ എനിക്കിങ്ങനെ പറയാൻ പറ്റും, ഞാൻ എൻ്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തു. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഐ ഹാവ് വേണ്ട എന്താണ്, ഐ ആയതുകൊണ്ട് ഞാൻ ഹാവ് ആണ് യൂസ് ചെയ്തത്. അതുപോലെ വിയും ദെയ്യൊക്കെ ആണെങ്കിൽ ഞാൻ ഹാവ് ആണ് യൂസ് ചെയ്യുക. ഷിയും ഹിയും ഇറ്റൊക്കെ ആണെങ്കിൽ ഞാൻ ഹാസ് ആണ് ഞാൻ യൂസ് ചെയ്യുക. അപ്പോൾ ഐ ഹാവ്, പിന്നെ ഫിനിഷ്ഡ് അല്ലേ, ഫിനിഷ് എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് അല്ലേ, എൻ്റെ ഹോംവർക്ക് ഞാൻ ഫിനിഷ് ചെയ്തു എന്ന് പറയാണ്. അതെന്താണ്, ഓക്കെ, ചെയ്ത് കഴിഞ്ഞൊരു കാര്യമാണ്, ബട്ട് അൺസ്പെസിഫൈഡ് ടൈമാണ്. അവിടെ എനിക്ക് ടൈം എനിക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. ടൈം സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങോട്ട് പോവും, സിമ്പിൾ പാസ്റ്റിലേക്ക് ഞാൻ പോവും. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റ് പറയുമ്പോൾ എനിക്ക് ടൈം സ്പെസിഫൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ അടുത്തൊരു യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയാണ്, ഞാൻ ദുബായിൽ പോയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ദുബായിൽ പോയിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഐ ഹാവ് വിസിറ്റഡ്. ഓക്കെ, ഐ ഹാവ് വിസിറ്റഡ് ദുബായ് എന്ന് പറയാൻ പറ്റും. ഐ ഹാവ് ബീൻ ടു ദുബായ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഷീ ആകുമ്പോൾ എന്താണ് പറയുക, ഷീ ഹാസ് എന്ന് പറയല്ലേ, ഷീ ഹാസ് വിസിറ്റഡ് ദുബായ് എന്ന രീതിയിൽ പറയാം. അപ്പോൾ പാസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട്. അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ, കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്റ്റിൽ ചെയ്ത് തുടങ്ങിയൊരു കാര്യം പ്രസൻറ്റിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പാസ്റ്റിൽ ചെയ്ത് തുടങ്ങിയൊരു കാര്യം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്, ഞാൻ 2 കൊല്ലമായി ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്ന രീതിയിൽ പറയുമ്പോൾ ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഫോർ 2 ഇയേഴ്സ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഫോർ 2 ഇയേഴ്സ്. 2 കൊല്ലമായി എന്ന് പറയാനായിട്ടാണ് ഞാൻ ഫോർ 2 ഇയേഴ്സ് എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഒരു 2020 തുടങ്ങിയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ പറ്റും, ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് സിൻസ് 2020. അപ്പോൾ ഫോർ യൂസ് ചെയ്യുക ടോട്ടൽ ഡ്യൂറേഷൻ പറയാനും, സിൻസ് യൂസ് ചെയ്യുക എന്താണ്, എപ്പോൾ തുടങ്ങിയാണ് പഠിച്ചതെന്ന് പറയാനുമാണ്. സിൻസും ഫോറൊക്കെ നമ്മൾ സെപ്പറേറ്റ് നോക്കും. ഓക്കെ, ഭാവിയിൽ നമ്മൾ നോക്കും. ഇനി അതുപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അവൾ ജപ്പാനിൽ 1 കൊല്ലമായിട്ട് താമസിക്കുകയാണ്. എങ്ങനെ പറയാൻ പറ്റും, ഷീ ഹാസ് ലിവ്ഡ് ഇൻ ജപ്പാൻ ഫോർ 1 ഇയർ. ഷീ ഹാസ് ലിവ്ഡ് ഇൻ ജപ്പാൻ. ഷീ ഹാസ് ലിവ് എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലിവ്ഡ്. സോ ഷീ ഹാസ് ലിവ്ഡ് ഇൻ ജപ്പാൻ ഫോർ 1 ഇയർ. ഇനിയിപ്പോൾ 2023 തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ പറ്റും, ഷീ ഹാസ് ലിവ്ഡ് ഇൻ ജപ്പാൻ സിൻസ് 2023 എന്നാണ് പറയുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യണത്, പല പല യൂസസ് ആയിട്ട് വന്നത്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് നമ്മൾ നോക്കും. ഓക്കെ, സിമ്പിൾ പ്രസൻറ്റ് ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. ബാക്കി വരുന്നതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഇടും. അപ്പോൾ നമ്മൾ ടെൻസുകൾ 12 എണ്ണം ഉണ്ട്, നമ്മളെല്ലാതും ഒരേപോലെ പഠിക്കണ്ട. ഇപ്പറഞ്ഞ 3-4 എന്തായാലും നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം. പിന്നെ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് നമ്മൾ ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ നോക്കണം. അതും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് സംസാരിക്കുന്ന സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ നമ്മൾ നോക്കും, പക്ഷേ അതൊക്കെ 5% വരുന്നതല്ലേ, 5% അതിൻ്റെ ഉപയോഗം വരണുള്ളൂ നമ്മുടെ ഡെയിലി ലൈഫിൽ. സോ നമ്മൾ എന്താ പറയുക, നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് നോക്കുക, ഇതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക, അതിൽ കുറച്ച് നോക്കുക നമ്മൾ തുടക്കത്തിലൊക്കെ. പിന്നെ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം പതുക്കെ അഡ്വാൻസ് ലെവലിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മൾ എല്ലാ ഗ്രാമറും നോക്കേണ്ട ആവശ്യമുള്ളൂ. സോ തുടക്കക്കാരൻ എന്ന നിലയിൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്താണ് എല്ലാം കൂടി തുടങ്ങിയിട്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നൊന്നുമില്ല. നിങ്ങൾ ഈ സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും മാത്രം നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം സംസാരിച്ച് തുടങ്ങാൻ പറ്റും. പിന്നെ ഇതൊക്കെ പതുക്കെ നോക്കി വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാനും എഴുതാനൊക്കെ പറ്റും. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ പഠിച്ചാൽ മതി നമുക്ക് സംസാരിക്കാനായിട്ട്. സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം പതുക്കെ ടൈം എടുത്തിട്ട് പിന്നെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക, അഡ്വാൻസ്ഡ് ഗ്രാമർ നമ്മൾ നോക്കുക ആവശ്യമനുസരിച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്നാണല്ലേ. കാരണം ഞാൻ തന്നെ ആക്ച്വലി ഇത് റീസെൻ്റ് ആയിട്ടാണ് ഞാനിത് നോക്കിയത്, ഇതിനെപ്പറ്റി കുറേ ആലോചിച്ചത്. ഞാനും പഠിച്ച സമയത്ത് ഒരുപാട് ഗ്രാമർ പഠിച്ചിരുന്നു, എന്തിനായിരുന്നു അതെന്ന രീതിയിൽ എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ഞാനീ പറഞ്ഞത് തന്നെ ഒരുപാട് വീഡിയോസും വെബ്സൈറ്റ്സും റിസർച്ചും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇത് മനസ്സിലായത്. പിന്നെ എൻ്റെ ലൈഫിലും 3-4 കൊല്ലമായി ഞാനിത് പഠിക്കാനും പഠിപ്പിക്കാനും തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചും ഇതാണ് ഇപ്പോഴത്തെ ഒരു സത്യാവസ്ഥ. ഓക്കെ, ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നുള്ളതൊക്കെ ഓപ്ഷനിലാണ്, ലൈക്ക് മോഡൽ വേർബ്സും കണ്ടീഷണൽസും ബാക്കി വരുന്ന വേർബ്സും കാര്യങ്ങളൊക്കെ ഇത്തിരി ഓപ്ഷനിലാണ്. ഇതൊക്കെയാണ് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നോവേറ്റബിൾ ആണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ,
അപ്പോൾ എല്ലാവരും എക്സാമ്പിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഫ്രണ്ട്സ്, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി.